പിന്നെ എന്നായാലും മോൾ ഇതറിയണം. എന്തായാലും കുഴപ്പമില്ല അങ്കിള്. അങ്കിള് പറഞ്ഞു, ഞാൻ ഫേസ് ചെയ്യാൻ റെഡിയാണ്. പറയുമ്പോ മോക്ക് സങ്കടം തോന്നരുത്. ഞങ്ങൾ അന്വേഷിച്ചു അവനെ കുറിച്ച്. ഈ പറയുന്ന പയ്യന് ഇവിടെ മറ്റൊരു അഫയർ ഉണ്ട് മോളെ. ആ കക്ഷിയായിട്ട് അയാൾ ഇവിടെ ലിവിങ് ടുഗദറാ. മോള് വേഗം തന്നെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. ഇങ്ങനെ വിഷമിക്കാതെ. അല്ല, മൂന്ന് കൊല്ലം ഒരു ക്ലൂ പോലും തരാതെ തന്നെ കളിപ്പിച്ചവനിട്ട് ഒരെണ്ണം പൊട്ടിക്കണം തോന്നില്ലേ? പൊട്ടിക്കണം ചേട്ടാ, എന്തായാലും പൊട്ടിക്കണം. പക്ഷെ എങ്ങനെ പറ്റൂ? അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. പക്ഷെ താൻ പൊട്ടിക്കോ? 100% അവനെ ചകണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. ആ, പൊട്ടി. എന്നാ ഓക്കെ, സെറ്റ്. ചേട്ടാ ഞാൻ എന്തായാലും പൊട്ടിക്കേ. പൊട്ടിക്കണം. ആ ആ, അല്ല പിന്നെ ഹലോ സാർ. കഴിഞ്ഞില്ലേ? ഇനി എന്താണ് പ്രശ്നം? ആ പെങ്കൊച്ച് പോയോ? പോയില്ല സാർ. പോയില്ലേ? ഇല്ല സാർ. ആ പയ്യനില്ലേ സിജിൻ, അവനിട്ടൊരെണ്ണം പൊട്ടിക്കണം എന്നാണ് ഇപ്പം ആ കുട്ടി പറയുന്നത്. ആലോചിച്ചപ്പോൾ അതാണ് അതിൻ്റെ ശരിയെന്നാണ് എനിക്കും തോന്നുന്നത്. സാറിൻ്റെ അടുത്തൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചാണ്. നിനക്കൊന്ന് പാതിരാത്രി ഒരു പണിയില്ലേടേ? ഇടേ ഒന്ന് ഉറങ്ങാൻ സമയടേ. എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. സാറേ, വലിയ ശരീരമാണെങ്കിലും അതിനൊത്ത മനസ്സാണ് സാറിനെന്നാണ് അന്ന പറയുന്നത്. അതുകൊണ്ട് സഹായം ചോദിക്കുന്നുണ്ടെങ്കിൽ സാറിനോട് മാത്രമേ ചോദിക്കാവുന്ന അന്ന പറയുന്നത്. സാർ പ്ലീസ്. ആ ശരി, ഓക്കെ സാർ, താങ്ക് യു. കണ്ടു കിട്ടു. ഞാനേ അവൻ്റെ മോന്ത കിടന്ന് പൊടിച്ചിട്ട് നാളെ വൈകുന്നേരം അവിടെ എത്തിക്കോളാം. വലിയ അമ്മച്ചി, ഞാൻ വിളിക്കാം. ശരി. അമ്മച്ചി എന്തായി? ആരും ടെൻഷൻ അടിക്കണ്ട. അവനിട്ട് 2 പൊട്ടിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങ് എത്തുമെന്ന്. നിങ്ങൾ കഴിക്ക്. ഞാനല്ലേ പറയുന്നത്, കഴിക്കുന്നു. ഇവിടെ അല്ല, ദോ അന്ന അന്ന ഐ എം സോറി അന്ന. സിജി, സിജി, അയ്യോ ഡാ സിജി മോനെ, ഓക്കെ ആണോടാ നീ? സിജി, അയ്യോ നീ എന്തിനാ അന്ന ഞങ്ങളെങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇനിയെങ്കിലും ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വിടും. ഇങ്ങനെ തല്ലാന് മാത്രം അവ എന്താ ചെയ്ത അന്ന? സിജി എടാ നൊന്നോടാ, ഓക്കെ ആണോ? നോക്കുന്നുണ്ടല്ലേ, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അന്ന. ഞങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചൂടെ? ഞങ്ങൾ ആർക്കും ഒരു ശല്യം ആവില്ല. ഒന്ന് വെറുതെ വിട് സിജി.
ഒന്ന് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. നോട്ടാരെ പേടിയാ പോലും. നാട്ടുകാർ എന്തിനാ പേടിക്കുന്നത്? ഇതും പോരാട്ടവൻ അവൻ ജാക്കറ്റിന് കൂളിംഗ് ഗ്ലാസ് ഇട്ട് പബ്ബിന്ന് ഡാൻസ് കളിക്കുക. വൃത്തിട്ടവൻ വിഷം മാറ്റാത്രേ. ഇത് മറ്റവന്റെ ഐഡിയ ആയിരിക്കും. ഒരു കണക്കിന് നോക്കിയാൽ കഷ്ടമാണ്. നമ്മുടെ നാടല്ലേ, ഇതൊക്കെ എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് ഇനി കല്യാണം വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാനോർത്തു താൻ സിജിനെ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോകുന്നു. ഇനി എന്തുവരെ കരയാനുള്ളതൊക്കെ കരഞ്ഞു തീർത്തില്ലേ? ഞാൻ ആലോചിക്കായിരുന്നേ, ഞാനും സീൻ എപ്പോഴും എമിച്ചിരിക്കുമ്പോ ആ മറ്റവൻ സീൻ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടു. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായേ? ഞാൻ എന്ത് പൊട്ടിയല്ലേ, ഇത്രയും കാലമായിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന് ആലോചിക്കുമ്പോഴാ. അപ്പോ നിങ്ങൾ തമ്മിൽ വേറൊന്നും അല്ല, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല അല്ലേ? ശരിയാട്ടാ, അവനൊക്കെ ഒരു മൂല തന്നിട്ടില്ല. ആ, അപ്പൊ പൊട്ടിയാ? ഞാൻ വിചാരിച്ചു ഞങ്ങളൊരു പ്ലട്ടോണിക് റിലേഷൻഷിപ്പിലാന്ന്. എന്ത് പ്ലട്ടോണിക്? ആ, പ്ലറ്റോണിക്. ചേട്ടാ, കേറി വന്നതായിരിക്കും ഇപ്പോ എനിക്ക് തിരിച്ചു പോകാനില്ല. എന്താ ഇനിയല്ലേ ധൈര്യം വേണ്ടത്? ഇതിനു മുമ്പ് വരെ ഭയങ്കര ധൈര്യമായിരുന്നല്ലോ. ആളെന്തി? അതപ്പോഴത്തെ ഒരു ഫ്ലോയില് ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. എന്നാ ഇനി അങ്ങോട്ടും അതേ മീറ്റർ പിടിച്ചങ്ങ് പോയാൽ മതി. അതാ അടിപൊളി. ചേട്ടാ, ചേട്ടനെന്ന് പറഞ്ഞല്ലേ ഒരാളെ മനസ്സിലാക്കാൻ കുറെ കാലം വേണമെന്ന്. ഒരാളെ മനസ്സിലാക്കാൻ അങ്ങനെ കുറെ കാലമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. മിഴിയാലെ മനസാ